അല്ലാതെ ആയുസ്സിലൊരിക്കലും വർധനവുണ്ടാവില്ല. ബദർ യുദ്ധം നടക്കുമ്പോൾ മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ പിതൃ സഹോദരനായ അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു ബദറിലേക്ക് പോകാൻ കഴിയാതെ വന്ന ഒരാളാണ്. ബദരിയായ സ്വഹാബിയല്ല. അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു ബദരിയായ ആളല്ല. ബദറിലേക്ക് പോകാൻ പറ്റിയില്ല. അന്നൊരു പ്രയാസമുണ്ടായി. എന്നിട്ട് ബദറിന്റെ സ്ഥാനവും ബദരീങ്ങളുടെ മഹത്വവും ഒക്കെ നബി തങ്ങൾ ഇങ്ങനെ പറയുമ്പോ അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കരയും. ബദരീങ്ങളെ മഹത്വം പറയുമ്പോ മജ്ലിസ് നൂറൊക്കെ ഓതല്ലേ, വലിയൊരു കാവലാണ്, അള്ളാഹുവിന്റെ ഹിഫ്ളാണ്. സുഹാബുൽ ബദരീൻ അവരുടെ ആ ഒരു ഹഖീഖത്ത് അതറിയുന്നവർക്കേ അറിയൂ എന്ന് ഞാൻ പറയാം. ഒന്നുമില്ല, വെറുതെ അതിനെയൊക്കെ കുറ്റം പറഞ്ഞും അവരിപ്പോൾ എന്താപ്പം അവര് അങ്ങനെയൊന്നും പറയണ്ട. അറിയാത്തവരോ അവരെപ്പറ്റി മനസ്സിലാക്കാത്തവരോ ബദരീങ്ങളായ മഹാന്മാർ അവർ വലിയവർ തന്നെയാണ്. അവരിലൂടെയുള്ള ഒരു തവസ്സുൽ ഈ ഉമ്മത്തിൻ്റെ ഒരു കാവലാണ്. ലഅല്ലല്ലാഹു തആല വമാ യുദ്രീക യാ ഉമർ ലഅല്ലല്ലാഹു തആല അലാ അഹ്ലി ബദരിൻ ഫഖാൽ യഅമലൂ മാ ശിഅ്തും ഫഇന്നി ഗഫർതു ലക്കും. നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് മാപ്പ് തന്നിരിക്കുന്നുവെന്ന് അല്ലാഹു ബദരീങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഉമറേ, ബദരീങ്ങളെ നിങ്ങൾ വേണ്ട. ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവത്തിലാണ് ആ സംഭവം നടക്കുന്നത്. അദ്ദേഹം ഒരു കത്തെഴുതി കൊടുത്തു മക്കക്കാർക്ക്. നിബിതങ്ങൾ മക്കയിലേക്ക് മക്ക വിജയത്തിന് വേണ്ടി വരുന്നു എന്ന ഉള്ളടക്കം ചോർത്തിക്കൊടുത്തു. നിങ്ങൾ പറഞ്ഞു, നബിയെ, ഇത് വിശ്വാസ വഞ്ചനയാണ്, സൈന്യത്തിന്റെ ഒരു രഹസ്യം ചോർത്തിക്കൊടുക്കലാണ്. അതുകൊണ്ട് ദ മാക്സിമം ക്യാപിറ്റൽ പണിഷ്മെന്റ്, അതിൽ കുറഞ്ഞൊന്നും കൊടുക്കാൻ പാടില്ല, കൊല്ലണം. തങ്ങൾ നിബിതങ്ങളോട് പ്രപ്പോസൽ ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് സൈന്യത്തിന്റെ രഹസ്യം ചോർത്തിയാൽ പിന്നെ എക്സിക്യൂഷനാണ്, ആളെ കൊല്ലും. സൈന്യം എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ സുരക്ഷയാണ്. ഒരു വീഴ്ചയിലൂടെ രാജ്യത്തിന്റെ സുരക്ഷക്കാണ് തുരങ്കം സംഭവിക്കുക. അതുകൊണ്ട് അതിൻ്റെ അറ്റ്മോസ്റ്റ് സെക്യൂരിറ്റി, അതിൻ്റെ പ്രൈവസി ഒക്കെ കീപ്പ് ചെയ്യൽ നിർബന്ധമാണ്. ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു സംഭവം നിങ്ങൾ പല വേദനയും കേട്ടിട്ടുണ്ടായിരിക്കും, ഞാനത് ആവർത്തിക്കുന്നില്ല. അദ്ദേഹത്തിന് വിഷമായി. അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾ ആരും മക്കയിലില്ല, ഭാര്യ മക്കളെ ഉള്ളൂ. ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ മക്കയിൽ തൻ്റെ മക്കൾക്ക്, തൻ്റെ കുടുംബത്തിനൊന്നും സംഭവിക്കരുത് എന്ന് ആ ഒരു ദുർബല നിമിഷം മഹാനവർക്ക് അങ്ങനെ തോന്നി. അങ്ങനെ ഖുറൈശികൾക്ക് ഒറ്റുകൊടുത്തു എന്ന് പറയല്ല, ആ വിവരം അറിയിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. ഒരു പെണ്ണിൻ്റെ മുടിക്കെട്ടിൽ ഒളിപ്പിച്ചു വെച്ച് സാറ എന്ന് പറയുന്ന മക്കക്കാരുടെ വേലക്കാരി പെണ്ണ് മദീനയിൽ വന്ന് ഗിഫ്റ്റൊക്കെ വാങ്ങി മക്കയിലേക്ക് തിരിച്ചു പോകുമ്പോൾ ആ പെണ്ണിൻ്റെ മുടിക്കെട്ടിനുള്ളിലാണ് ഈ ഒരു കത്തിങ്ങനെ ചുരുട്ടിപ്പിടിച്ച് ഒരു മടക്കി വെച്ചിട്ട് അവരുടെ മുടിയുടെ ഉള്ളിൽ അവളെ കുത്തിവെച്ചു. അവളിങ്ങനെ പോവാണ്. മക്ക മദീനക്കിടയിൽ യാത്രയിലാണ്. നബി തങ്ങൾക്ക് വഹി വന്നു, നബിയേ, ഒരു കത്ത് മക്കയിലേക്ക് പോകുന്നുണ്ട്. ഇന്ന പെണ്ണ്, അവൾ എത്തി നിൽക്കുന്നത് 2 മലകൾക്കിടയിൽ, പേര് പറഞ്ഞെടുത്തു. ആ മലകൾക്കിടയിലെ കുറ്റിച്ചെടികളുടെ അടുത്തുകൂടെ അവൾ ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പൊ ചെന്നാൽ അവളെ പിടിക്കാൻ പറ്റും. അവളുടെ കയ്യിൽ കത്തുണ്ട്, ആ കത്ത് കൊണ്ടുവരണം. ആ കത്ത് കൊണ്ടുവരാൻ വേണ്ടി മഹാനായ അലി റളിയല്ലാഹു അൻഹു, മഹാനായ മറ്റൊരു സ്വഹാബിയും, ഓർമ്മ ശരിയാണെങ്കിൽ ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, രണ്ടുപേരും ഓടിപ്പോവുകയാണ്. ഓടിച്ചെന്ന് തങ്ങൾ പറഞ്ഞ ആ 2 മലകൾക്കിടയിൽ ഈ പെണ്ണിനെ കണ്ടു. അവൾ ഒറ്റയ്ക്ക് പോവാണ്, ഒട്ടകപ്പുറത്ത് ഇങ്ങനെ പോവാണ്. 500 കിലോമീറ്ററില്ലേ മക്ക മദീനക്കിടയിൽ. അപ്പോൾ ദിവസങ്ങൾ എടുക്കുന്ന യാത്രയാണ്. അലി തങ്ങൾ കുതിരപ്പുറത്ത് ചെന്ന പെണ്ണിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് പറഞ്ഞു, സാറ എന്നല്ലേ നിന്റെ പേര്? അതെ അതെ അതെ. നിന്റെ കയ്യിലെ കത്തെടുക്കുന്നു പറഞ്ഞു. നിന്റെ കയ്യിൽ കത്തൊന്നുമില്ല. നിന്റെ കയ്യിൽ കത്തുണ്ട്, അത് നീ പുറത്തെടുക്ക. എൻ്റെ കയ്യിലില്ല. നിന്റെ കയ്യിലൊരു കത്തുണ്ട് എന്ന് ആകാശ ലോകത്ത് നിന്ന് അള്ളാഹു വഹി നൽകുന്ന പുണ്യനബി ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾക്ക് ഉറപ്പാ നിന്റെ കയ്യിലുണ്ട്, പുറത്തെടുക്ക്. എൻ്റെ കയ്യിലില്ല. നിന്റെ വസ്ത്രങ്ങൾ ഓരോന്നോരോന്ന് അഴിച്ചു മാറ്റിയിട്ട് ആണിത് കിട്ടുന്നതെങ്കിൽ പോലും ഞങ്ങൾ ആ കത്തുകൊണ്ടേ തിരിച്ചു പോകും. അപ്പോൾ പേടിച്ചു. അതാന്ന് പറഞ്ഞു കൊടുത്തു. ആ കത്തുമായി നബി ഞങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. നോക്കുമ്പോൾ മിൻ ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ ഇലാ ഉലമാഇ ഖുറൈശ്, ഖുറൈശികളുടെ നേതാക്കന്മാർക്ക് ഹാത്തിബ് റളിയല്ലാഹു ബദരിയായ സ്വഹാബിയാണ്. ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു ബോധിപ്പിക്കുന്ന കത്താണ്. ഇതാ പുണ്യനബിയും അനുയായികളും മക്കയിലേക്ക് പുറപ്പെടുകയാണ്. മക്കയിൽ ഒരു യുദ്ധം സംഭവിക്കുകയാണെങ്കിൽ എൻ്റെ കുട്ടികളെ മക്കളെ ഒന്നും ചെയ്യരുതേ. ഹാത്തിബേ മാ ഹമലക അലാ ഹാദാ, എന്തുകൊണ്ട് ഹാത്തിബേ നിങ്ങൾ ഇത് ചെയ്തു എന്ന് നബി തങ്ങൾ പരസ്യമായി വിളിച്ചു ചോദിച്ചു. മഹാനവറുകൾ പൊട്ടിക്കരയാൻ തുടങ്ങി. മാ കഫർതു മുൻദു അസ്ലംതു യാ റസൂലല്ലാഹ്, നബിയെ
മുസ്ലിം ആയതിനു ശേഷം ഞാനൊരു കുഫറിലേക്ക് പോയിട്ടില്ല നബിയെ. അള്ളാഹുൽ വിശ്വസിച്ചതിന് ശേഷം ഒരു ബഹുദൈവാരാധനയിലേക്കോ ദൈവനിഷേധത്തിലേക്കോ ഞാൻ പോയിട്ടില്ല നബിയെ. ഞാൻ മുസ്ലിമാണ്. എന്തുകൊണ്ട് ഹാത്തിബേ നിങ്ങൾ ഇത് ചെയ്തു? നബിയെ, ഇവിടെ ഇരിക്കുന്ന സ്വഹാബികൾക്കൊക്കെ മക്കയിൽ തറവാടുണ്ട്, ആളുകളുണ്ട്. അവിടെ ഒരു യുദ്ധം നടന്നാൽ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയും ഭാര്യയും മക്കളുമാണുള്ളത്. അവിടെ ആണുങ്ങൾ പോലും ഇല്ല. എനിക്ക് തറവാട് പോലും ഇല്ലല്ലോ നബിയെ. എൻ്റെ മക്കൾക്ക് ഒരു ബുദ്ധിമുട്ട് വരരുത്. അവർ ഇസ്ലാം സ്വീകരിച്ച് മുന്നോട്ട് വരാൻ നിൽക്കുകയാണ് നബി. എനിക്കറിയാം അവരെനിക്ക് മദീനയിൽ സ്വീകരിക്കണം. അവർ കൊല്ലപ്പെടരുത്. അതുകൊണ്ട് അവരുടെ ജീവൻ ഒന്നും സംഭവിക്കരുത്. എൻ്റെ മക്കളോടൊരു സിമ്പതി കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്തതാ നബിയെ. ഉമർ തങ്ങളുടെ ഇടപെടൽ, നബിയെ ഈ കപട വിശ്വാസിയുടെ തല ഞാൻ എടുക്കട്ടെയോ നബിയെ? ഉമർ അവിടെ ഇരിക്കുന്നു. നിങ്ങൾക്കറിയുമോ, വമാ യുദ്രീക യാ ഉമർ, ഇത് ബദരിയായ സ്വഹാബിയാണ്. വമാ യുദ്രീക യാ ഉമർ, ഉമറേ നിങ്ങൾക്കറിയുമോ, ലഅല്ലല്ലാഹു തആല അലാ അഹ്ലി ബദരിൻ ഫഖാൽ, ബദറിൽ അല്ലാഹുവിന് വേണ്ടി ഇറങ്ങി യുദ്ധം ചെയ്ത ആളുകൾ, ഷഹീദായവരും അല്ലാത്തവരും ഒക്കെ ബദരീങ്ങളാണ്. ആ ബദരീങ്ങളോട് അല്ലാഹു പറഞ്ഞിരിക്കുകയാണ്, യഅ്മലൂ മാ ശിഅ്തും, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ഫഇന്നി ഗഫർതു ലക്കും, നിങ്ങൾക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു. എൻ്റെ ഹബീബിന്റെ കൂടെ ബദറിൽ ഇറങ്ങിയവരല്ലയോ നിങ്ങൾ, നിങ്ങൾക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാം. അങ്ങനെ അല്ലാഹു പറഞ്ഞതുകൊണ്ട് സ്വഹാബികൾ ആരും വേണ്ടാത്തത് ചെയ്യാൻ പോയിട്ടില്ല എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു അവരെ കുറിച്ച് പറഞ്ഞൊരു ബഹുമാനമാണത്. അതുകൊണ്ട് ഉമറേ, ബദരിയായ സ്വഹാബിയല്ലേ, ഒന്നും ചെയ്യണ്ട. അതാണ് ബദരീങ്ങളുടെ ബത്ത്. അല്ലെങ്കിൽ അവിടെ ക്യാപിറ്റൽ പണിഷ്മെന്റ് കിട്ടിയിരിക്കും ആ സ്വഹാബിക്ക്. അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു ബദരീങ്ങളുടെ മഹത്വം അങ്ങനെ പറയുമ്പോൾ, ഇന്ന ഇബ്നക ഹാരിസ അസ്വാബൽ ഫിർദൗസൽ അഅല, ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ വന്ന് ചോദിക്കാൻ, നബിയേ അയ്ന ഹാരിസ അഫീ ജന്ന ഫഅർളാ അം ഫിന്നാർ ഫഉഅസ്സി, എൻ്റെ മോൻ നരകത്തിലാണെങ്കിൽ എനിക്കൊന്ന് വാവിട്ട് കരയണം നബിയേ, എൻ്റെ മോൻ സ്വർഗത്തിലാണെങ്കിൽ എനിക്കൊന്ന് സന്തോഷിക്കണം. എവിടെയാണ് ഹാരിസ? എൻ്റെ മോൻ ബദരിയാണ്, ബദറിൽ പങ്കെടുത്ത സ്വഹാബിയാണ് എന്ന് ചോദിച്ചപ്പോ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ കൊടുത്ത മറുപടി, യാ ഉമ്മാ, നിങ്ങൾ എന്താണ് വിചാരിച്ചത്? ഇന്നമാ ഹിയ ജിനാൻ, സ്വർഗങ്ങളാണ് അല്ലാഹു ഒരുക്കി വെച്ചത്. വഇന്ന ഇബ്നക അസ്വാബൽ ഫിർദൗസൽ അഅലാ, ആ സ്വർഗത്തിന്റെ ഉന്നതങ്ങളായ ശ്രേണികളിൽ ഏറ്റവും മീതയാണ് നിങ്ങളുടെ മോൻ നിൽക്കുന്നത് എന്ന് മഹാനായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയോട് ഒക്കെ പറയുമ്പോൾ അനസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ കരയാണ്. അനസ് ഇബ്നു നദർ, അനസ് ഇബ്നു മാലിക് എന്നവരുണ്ട്. അവരുടെ പിതൃ സഹോദരനാണ് അനസ് ഇബ്നു നദർ എന്നവർ. പുണ്യ നബിയോട് വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഗിബ്തു അൻ അവ്വലി ഖിതാലിൻ ഖാതൽത ഫീ അൽ മുശ്രിക്കീൻ, ദൈവനിഷേധികളായ ആളുകൾ അങ്ങയോട് വന്ന് പ്രതിരോധം ചെയ്ത ആദ്യത്തെ പ്രതിരോധം ബദർ എന്ന് പറയുന്ന യുദ്ധം, ആ യുദ്ധത്തിൽ എനിക്ക് സംബന്ധിക്കാൻ പറ്റിയില്ല നബിയേ. വല്ലാഹി ലഇൻ അശ്ഹദനി അല്ലാഹു ഖിതാലഹും ലയറയന്നല്ലാഹു മാ അസ്ന, ഇനിയൊരു അവസരം അല്ലാഹു നൽകുകയാണെങ്കിൽ നബിയേ, ഞാൻ എന്താണ് ചെയ്യുകയെന്ന് അല്ലാഹുവിന് കാണാം. അതൊരു വാക്കാണ് അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പ്രഖ്യാപനം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഒരു 5 മിനിറ്റ് കൂടെ ഇൻഷാ അല്ലാഹ്. 5 മിനിറ്റിലും തിരക്കുള്ളവർ പോയിക്കോളി. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ആണെങ്കിൽ അവിടെ ഇരുന്നോളി. ലയറയന്നല്ലാഹു മാ സുന, അങ്ങനെയാണ് ഉഹദ് യുദ്ധം പ്രഖ്യാപിക്കപ്പെടുന്നത്. ഉഹദിലേക്ക് പോകുന്ന അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു, ഉഹദ് അവസാന ഭാഗം ഒരു പരാജയം പോലെ മുസ്ലിമീങ്ങൾക്ക് വഴിമാറിയ ഒരു രംഗമാണ്. ഉഹദിന്റെ അവസാന ഘട്ടം വിജയിച്ചു എന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ജബലുർ റമാത്തിൽ നിൽക്കുന്ന സ്വഹാബിമാർ താഴേക്ക് ഇറങ്ങി വന്നു. അപ്പോഴേക്കും അന്ന് മുസ്ലിമായിട്ടില്ലാത്ത ഖാലിദ് റളിയല്ലാഹു അൻഹു സൈന്യവുമായി പിറകിലൂടെ വന്ന് അറ്റാക്ക് ചെയ്തു. 70ഓളം സ്വഹാബിമാർക്ക് ഷഹാദത്ത് സംഭവിച്ചു. പുണ്യ നബി ഞങ്ങളുടെ മുൻപല്ല് പൊട്ടി, വശുജ്ജ വജ്ഹു, അവിടുത്തെ പരിശുദ്ധമായ മുഖത്ത് കീറലും മുറിവുകളും ഉണ്ടായി. പുണ്യ നബി വഫാത്തായി, നബിയെ തങ്ങളെ വധിക്കപ്പെട്ടു എന്നുവരെ കിംവദന്തികളും റൂമറുകളും പരന്നു. സ്വഹാബിമാർ പിന്തിരിഞ്ഞോടുന്ന നേരമാണ്. ഹബീബ് വഫാത്തായെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയാണ് യുദ്ധം?
ഹബീബില്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണ് യുദ്ധം? ഹബീബില്ലെങ്കിൽ പിന്നെ എന്തിനെ പിടിച്ചു നിൽക്കണം എന്ന് പറഞ്ഞ് ഓടിച്ചെറിയോടുന്ന സുഹാബികൾക്കിടയിലേക്ക് അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു ഓടി വരുമ്പോ മഹാനായ സഅദ് ഇബ്നു ഉബാദ തങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. ചോദിച്ചു, അനസേ എങ്ങോട്ടായി പോകുന്നത്? പറഞ്ഞു, ഞാൻ ഉഹദിലേക്ക് ഓടുകയാണ്. അനസ് ഇബ്നു നദറേ, അറിയില്ലേ എന്താണ് അവിടെ നടക്കുന്നത് എന്ന്? അവിടെ ശത്രുക്കളുടെ നരനായാട്ട് നടക്കുകയാണ്. എത്രയോ സുഹാബിമാര് ഷഹീദായി കഴിഞ്ഞു. ഹബീബിന് പോലും അപകടമുണ്ടായി എന്ന് പറഞ്ഞു കേൾക്കുന്നു. അങ്ങോട്ടാണോ നിങ്ങൾ ഓടുന്നത്? ആ സമയം മഹാനവറുകൾ അല്ലാഹുവിനെ കയ്യുയർത്തിയിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഅ്തദിറു ഇലൈക മിമ്മാ സ്വനഅ ഹൗലാ. എന്റെ ഹബീബിന്റെ അനുയായികളാണെന്ന് പറഞ്ഞവർ, എന്നാൽ പേടിച്ചുകൊണ്ടോ പരിഭ്രാന്തി കൊണ്ടോ യുദ്ധക്കളം വിട്ട് ഓടുന്നവർ, ഇവർ ചെയ്യുന്നതിനോട് റബ്ബേ എനിക്ക് യോജിപ്പില്ല, ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. വഅബ്റഉ ഇലൈക മിമ്മാ സ്വനഅ ഹൗലാ. ഈ മുശ്രിക്കുകൾ ചെയ്ത ആ പ്രവൃത്തിയിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു റബ്ബേ. അങ്ങനെ ശത്രുക്കൾ ഈ സഹാബത്തിനെ ഇങ്ങനെ ആക്രമിക്കാൻ പാടില്ലായിരുന്നു, അതിനവസരം ഒരുങ്ങാൻ പാടില്ലായിരുന്നു. അത് സംഭവിച്ചു പോയ പെശകാണ്, തെറ്റുകളാണ്, മിസ്റ്റേക്കുകളാണ് എന്ന് പറഞ്ഞ് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു നദർ, അനസ് ഇബ്നു മാലിക് എന്നവരല്ല, അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇലൈക അന്നി യാ സഅദ് ഇബ്നു ഉബാദ, നിങ്ങൾ മാറി നിൽക്കിൻ സഅദ് ഇബ്നു ഉബാദ. ഫഇന്നി അജിദു റായിഹത്തൽ ജന്ന മിൻ സൗബി ഉഹുദിൻ. ഉഹുദിന്റെ മലയുടെ ഭാഗത്ത് നിന്ന് സ്വർഗത്തിന്റെ വാസന എനിക്ക് വരുന്നുണ്ട്, സ്വർഗത്തിന്റെ പരിമളം എനിക്ക് വരുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് ഓടുകയാണ് എന്ന് പറഞ്ഞ് അനസ് റളിയല്ലാഹു അൻഹു യുദ്ധക്കളത്തിലേക്ക് ഓടി. വാളുകൊണ്ട് അതുപോലെ കുന്തം കൊണ്ട് മുനകളെ കൊണ്ട് ശരീരത്തിലുണ്ടായ മുറിവുകളുടെ എണ്ണം എത്രയാണെന്നറിയുമോ? ഒരു ദേഹത്തെ എത്ര മുറിവാവാം? എന്നാൽ അനസ് റളിയല്ലാഹു അൻഹു എന്ന അനസ് ഇബ്നു നദർ എന്ന് പറയുന്ന അനസ് ഇബ്നു മാലിക് എന്നവരുടെ അമ്മാവന് എളാപ്പ ഉഹദിലെ ശുഹദാക്കളെ കണ്ടപ്പോഴാണ് പറഞ്ഞത്, വദിത്തു അന്നീ ലൗ ഉദിർതു മഅ അസ്ഹാബി ലിഹ്സുനിൽ ജബൽ. ഈ പരിശുദ്ധമായ മലയുടെ താഴ്വാരത്ത് ഷഹീദായി കിടക്കുന്ന 70ഓളം സുഹാബിമാരെ കൊണ്ടുപോയി മറവ് ചെയ്യുമ്പോൾ ഞാൻ കൊതിച്ചു പോവുകയാണ്. വദിത്തു ലൗ അന്നീ ഊദിർതു മഅ അസ്ഹാബി ലിഹ്സുനിൽ ജബൽ. ഈ പർവ്വതത്തിന്റെ അരികത്ത് എന്നെയും ഇവരുടെ കൂടെ മറവ് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു പോവുകയാണെന്ന് സ്വഹാബികളെ നോക്കി കരഞ്ഞുകൊണ്ട് ഹബീബായ തങ്ങൾ പറഞ്ഞ രംഗമുണ്ട്. ഉഹുദിന്റെ താഴ്വരയിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു കണക്കാക്കിയത് മാത്രമേ സംഭവിക്കൂ എന്ന ഖളായിൽ നിന്നുകൊണ്ട് തന്നെയാണ് അനസ് റളിയല്ലാഹു അൻഹു ഓട്ടമോടിയത്. സ്വർഗത്തിന്റെ വാസന അത് ശരിക്കും അനുഭവിച്ചു എന്നാ ചില ആളുകൾക്ക് അല്ലാഹു കൊടുക്കുന്ന ഭാഗ്യമാണ്. സ്വർഗം അവർ വാസനിക്കാൻ മരിക്കുന്നതിന്റെ മുമ്പ് ആ സ്വർഗത്തിന്റെ വാസന അനുഭവിച്ചുകൊണ്ട് ഉഹുദിന്റെ ഭാഗത്തുനിന്ന് സ്വർഗത്തിന്റെ വാസന വരുന്നുണ്ട്. സഅദേ ഇലൈക അന്നി, നിങ്ങളൊന്ന് മാറി നിൽക്കി, ഞാൻ ഓടട്ടെ എന്ന് പറഞ്ഞ് ഉഹദിലേക്ക് ഓടിയ ഹബീബിന് വേണ്ടി പ്രതിരോധം തീർത്ത സ്വഹാബി അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ, നിന്റെ ദീനിന് ത്യാഗം ചെയ്ത, സേവനം ചെയ്ത എത്രയോ ആളുകൾ, അവരത് ചെയ്യാൻ കാരണം അല്ലാഹുവിൽ അചഞ്ചലമായ വിശ്വാസം തന്നെയാണ്. മരണവും ജീവിതവും അല്ലാഹുവിന്റെ കൈകളിലാണുള്ളത്. അല്ലാഹു നിശ്ചയിച്ചാൽ അത് എവിടെ വേണമെങ്കിലും നടക്കും. ആശുപത്രിയിൽ നിന്ന് ഫുൾ ബോഡി ചെക്കപ്പ് എടുത്ത് ഹാർട്ട് ക്ലിയർ, ലിവറുകൾ ക്ലിയർ, കിഡ്നിക്ക് ഫംഗ്ഷനിങ് ഒരു കുഴപ്പമില്ല, ബ്രെയിൻ MRI എടുത്ത് ഓക്കെയാണ്, എല്ലുകൾ ഓക്കെയാണ്, ശരീരം ബ്ലഡ് എല്ലാം പ്ലേറ്റ്ലെറ്റുകൾ എല്ലാം ഓക്കെയാണ് എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റുമായി ആശുപത്രിയുടെ മുമ്പിൽ നിൽക്കുമ്പോഴായിരിക്കും ഒരു ഓട്ടോറിക്ഷക്കാരൻ വന്ന് തട്ടുന്നത്, ഒരു ബൈക്ക് വന്ന് ഇടിക്കുന്നത്. നിങ്ങളുടെ മരണത്തെ ഒരു ഡോക്ടറുടെ സർട്ടിഫിക്കറ്റിന് പോലും രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന് നമ്മൾ അറിയുന്നത് പേടിക്കാനോ പരിഭവപ്പെടാനോ അല്ല. അല്ലാഹു തീരുമാനിച്ച സമയമേതോ അപ്പോഴേ അത് സംഭവിക്കുകയുള്ളൂ, യുദ്ധക്കളത്തിലാണെങ്കിലും അല്ലെങ്കിൽ പോലും. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് പറഞ്ഞ കർമ്മങ്ങളാണ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത്. നിങ്ങളെക്കുറിച്ച് എന്താണ് റബ്ബ് രേഖപ്പെടുത്തിയത് എന്ന് നിങ്ങൾക്കറിയില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ കർമ്മം ചെയ്യണം. അമൽ സേ ജിന്ദഗി ബൻചി ഹൈ, ജന്നത്ത് ഭി ജഹന്നം ഭി,
യെ ഖാകി അപ്നി ഫിത്രത് മേ ന നൂരി ഹേ ന നാരി ഹേ. നമ്മുടെ കർമ്മങ്ങളാണ്, അമലുകളാണ് നമ്മുടെ നാളത്തെ മസീർ രേഖപ്പെടുത്തുന്നത്. സ്വർഗത്തിലേക്കാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ കർമ്മങ്ങളാണ്. അതുകൊണ്ട് ഖലാ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ഖലാഇനെ അല്ലാഹുവിലേക്ക് തവക്കുൽ ചെയ്ത് വിടുകയും നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞത് നിങ്ങൾ കൃത്യമായി അല്ലാഹുവിനെ പണിയെടുക്കുകയും ചെയ്യണേ. നിങ്ങളായിത്തീരുന്നത് അല്ലാഹുവിന്റെ ഖലാഇനനുസരിച്ച് തന്നെയായിരിക്കും. അല്ലാഹുവിന്റെ ഖലാഇൽ ഖൈർ റബ്ബേ ഞങ്ങൾക്ക് നൽകുകയും ഷർറുകൾ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ദുആ കൊണ്ട് അല്ലാഹുവേ മാതാപിതാക്കൾക്ക് കുടുംബത്തോട് കുടുംബബന്ധം ചേർത്തുന്നതിന്റെ പേരിൽ അല്ലാഹുവേ ഞങ്ങൾ ഓരോരുത്തർക്കും നിന്റെ ഖലാഇൽ നിന്ന് ഖൈർ നൽകണേ റബ്ബേ. ആയുസ്സിൽ വർധനവ് നൽകണേ തമ്പുരാനെ. കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. പറഞ്ഞു കൊടുക്കൂ നബിയേ, ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. അല്ലാഹു എന്താണോ നമുക്ക് രേഖപ്പെടുത്തിയത് അത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഹുവ മൗലാനാ, അവനാണല്ലോ നമ്മുടെ രക്ഷിതാവ്, അവനല്ലയോ നമ്മുടെ സംരക്ഷകൻ. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. അല്ലാഹുവിലേക്കാണ് മുഅ്മിനീങ്ങൾ കാര്യങ്ങൾ ഭരമേൽപ്പിക്കേണ്ടത്. അല്ലാഹുവിന്റെ ഖലാഇൽ നിന്ന് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്യുക. ബാക്കി അലല്ലാഹ് ടെൻഷൻ അടിക്കരുത്, അതിനെ സംബന്ധിച്ച് പരിഭവപ്പെടരുത്. ഖലാഉകളിൽ തൃപ്തിപ്പെടുന്നത് ഈമാനിന്റെ ഏറ്റവും വലിയൊരു ഘടകമാണ്. അല്ലാഹുവേ നിന്റെ ഖലാഇൽ തൃപ്തിപ്പെടാനുള്ള ഹൃദയം ഖൽബ് ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. മൻ റദിയ ഫലഹുർ റിളാ വമൻ സഖത ഫലഹു സഖത്. അല്ലാഹുവിന്റെ തീരുമാനത്തിൽ തൃപ്തിപ്പെടുന്നവർക്ക് അല്ലാഹുവിന്റെ തൃപ്തിയുണ്ട്, അതിൽ വെറുപ്പ് വിചാരിക്കുന്നവർക്ക് അല്ലാഹുവിന്റെ വെറുപ്പുണ്ട്. ഈ ഹദീസ് അതിനോട് ചേർത്ത് വായിക്കുക. മൻ റദിയ ഫലഹുർ റിളാ വമൻ സഖത ഫഅലൈഹി സഖത്. അല്ലാഹുവിന്റെ തീരുമാനം വരുമ്പോൾ രണ്ട് ഓപ്ഷനാണ്. ഒന്നുകിൽ നമുക്ക് അല്ലാഹുവിനെ എന്തെങ്കിലും പറയാം, അല്ലെങ്കിൽ നമുക്ക് മിണ്ടാണ്ടിന് ക്ഷമിച്ചുകൂടാ, തൃപ്തിപ്പെടാം. അല്ലാഹുവിന്റെ ഖലാഇൽ തൃപ്തിപ്പെട്ടാൽ അല്ലാഹുവിന്റെ തൃപ്തി നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ദേഷ്യപ്പെട്ടു എന്ന് വിചാരിക്കുക, അല്ലാഹുവിന്റെ ദേഷ്യമേ നിങ്ങൾക്ക് ലഭിക്കൂ. അതുകൊണ്ട് നമ്മൾ ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ ലക്ഷ്യബോധത്തോടുകൂടെ അല്ലാഹുവിനെ നാളെ കാണണം എന്നൊരു യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയവരാണ്. അതുകൊണ്ട് നമ്മുടെ മരണവും ജീവിതവും അല്ലാഹുവിന്റെ ഖലാഇലാണ്. പറഞ്ഞതുപോലെ ജീവിക്കുക. എപ്പോഴാണോ മരണം ആസന്നമാകുന്നത് ആ യാത്ര ഏത് സമയത്താണെങ്കിലും ഈമാനിലും തഖ്വയിലുമായി മരണപ്പെടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.